എല്ലാ സുഹൃത്തുക്കൾക്കും ലൈഫ് വിഷൻ ടോപ്പ് സ്റ്റാറിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഞാൻ GK തുമ്പക്കാരൻ. ഇന്ന് രാവിലെ ഏറ്റവും സുപ്രധാനമായ ഒരു വാർത്തയുമായിട്ടാണ് ഈ വീഡിയോ നിങ്ങളിലെത്തിക്കുന്നത്. അതായത് 90 വയസ്സായ പിതാവിൻ്റെ മുന്നിൽ വെച്ച് ഒപ്പം അമ്മയുണ്ടായിരുന്നു. അവരുടെ മുന്നിൽ വച്ച് ഒരു ഉടുപ്പ് വരെ ഇല്ലാതെ സ്വന്തം മകനെ പോലീസുകാർ അറസ്റ്റ് ചെയ്തു കൊണ്ടുവന്ന വിവരമാണ് ഇന്നത്തെ വാർത്ത. നിങ്ങൾക്കറിയാം, മറുനാടൻ സാജൻസ് കറിയാണ് അറസ്റ്റ് ചെയ്യപ്പെട്ടത്. എന്തായിരുന്നാലും അവർ ഒരു ഉപകാരം ചെയ്തു. ശരിക്കും ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചവർ പറഞ്ഞു നിന്ന് കുറച്ച് വ്യത്യസ്തമായിരിക്കും. ഈ ചില പോലീസ് ഭാഷയുണ്ട്, അവനെ ജട്ടിയിൽ നിർത്തണമെന്ന് പറയും പോലെ ജട്ടിയിൽ കൊണ്ടുവരണമെന്ന് ആജ്ഞാപിച്ചെങ്കിലും എന്തോ പോലീസുകാരുടെ ഒരു നല്ലൊരു ബുദ്ധി തോന്നി മുണ്ടെടുക്കാൻ അനുവദിച്ചു, ഷർട്ട് ഇടാൻ അനുവദിച്ചില്ല. ഇത് കേരളത്തിലെ നമ്മുടെ ഭരണകർത്താക്കളിൽ നിന്നും കിട്ടുന്ന സമ്മാനങ്ങളാണ്. സാജൻസ് കറിയ എന്തോ ആയിക്കോട്ടെ, അദ്ദേഹം പല വാർത്തകളും കൊടുക്കുന്നു, അത് പാർട്ട് ഓഫ് അദ്ദേഹത്തിൻ്റെ ഡ്യൂട്ടി. എന്നാൽ ഈ ശരിക്കും പറഞ്ഞൊരു കൊലപ്പുള്ളിയെ കൊണ്ടുവരുമ്പോൾ അവരേത് രീതിയിലാണ് ഈ കൊലപ്പുള്ളി ഇങ്ങനെ കൊണ്ടുവരാറില്ല, ഷർട്ട് വരെ ഇടാൻ അനുവദിക്കില്ല. അവർ ഇപ്പോഴും ഒരു കൊലപ്പുള്ളി പോലും ഒരു ഷർട്ട് ഇല്ലാതെ യാത്ര ചെയ്യിപ്പിച്ചിട്ടില്ല. അപ്പോൾ പോലീസ് ഒരു ഉടുപ്പ് വാങ്ങിക്കൊടുത്തു, അദ്ദേഹം അത് ഉപേക്ഷിച്ച് മിക്കവാറും മോശം ആൾക്കാർ ഒരു ഉടുപ്പ് ഷർട്ട് വാങ്ങിയാൽ അത് വെള്ളത്തിലിട്ട് ഒന്ന് പിഴിഞ്ഞിട്ട് ഒന്ന് ഉണക്കിയിട്ടേ ഷർട്ട് ഇടൂ. സാധാരണ ആ ഷർട്ട് അതുപോലെ ഇടാറില്ല. കാര്യം അത് പാക്കിങ്ങിൽ വരുന്നതിന് ഡസ്റ്റൊക്കെ ഉണ്ടാകും, അലർജി ഉണ്ടാകുന്ന സാധ്യതയുണ്ട്. എന്നാൽ ഈ കാടൻ നിയമത്തിന് എന്താ പേര് കൊടുക്കാമെന്നറിയില്ല. എങ്കിലും അതേ വേഷത്തിൽ തന്നെ മജിസ്ട്രേറ്റിൻ്റെ അടുക്കൽ മുന്നിൽ ഹാജരാക്കി മജിസ്ട്രേറ്റ് ജാമ്യം അനുവദിച്ചു. തീർന്നു. ഈ ഒരു ഇതിൽ എന്ത് നേട്ടമാണ് ഈ അറസ്റ്റ് ചെയ്ത പോലീസുകാർക്കും ഈ അറസ്റ്റിന് നേതൃത്വം കൊടുത്ത മുതിർന്നവർക്കും കിട്ടിയത്? ഒന്നുമില്ല. ആ ഉള്ള പേർ കൂടെ കുറച്ചുകൂടെ ചീത്തയാക്കി കളഞ്ഞത്. ഇവരും ഈ പാകിസ്ഥാനിലെ പ്രഖ്യാപനത്തെ ചില മന്ത്രിമാരും ചില വില കുറഞ്ഞ ആൾക്കാരുണ്ട്, അവരും തമ്മിൽ എന്താണ് വ്യത്യാസം? ഈ പാകിസ്ഥാനും നമ്മുടെ കേരളവും തമ്മിൽ ഒരു വ്യത്യാസവുമില്ല. ഈ കാട്ടിക്കൂട്ടുന്ന പ്രവർത്തനങ്ങൾ അതാണ് സൂചിപ്പിക്കുന്നത്. എന്തായിരുന്നാലും ഇപ്പോൾ സാജനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് ഇവിടെ ഒന്നും സംഭവിക്കുന്നില്ല. അതും ആ പോലീസിൻ്റെ പ്രതീക്ഷയെ നശിപ്പിക്കാൻ വേണ്ടി കാട്ടിക്കൂട്ടിയ ചില വിവരം കിട്ടവരുടെ പ്രവൃത്തിയെന്ന് മാത്രമല്ല വേറെന്താ പറയുക. പക്ഷേ എങ്കിലും പോലീസ് മാന്യമായി തന്നെ പ്രവർത്തിച്ചു. കാര്യം പോലീസ് കാണിച്ച ഒരു മര്യാദ മുണ്ടെടുക്കാൻ അനുവദിച്ചു, ഷർട്ട് ഇടാൻ അനുവദിച്ചില്ല. അതിന് പോലീസിനൊരു ബിഗ് സല്യൂട്ട്. കാരണം ശരിക്ക് മറ്റു ചില പോലീസുകാരായിരുന്നെങ്കിൽ ആ ഷർട്ടിൽ തന്നെ കൊണ്ടുവരുമായിരുന്നു. അതിനുള്ള ഒരു ഉടുപ്പുമില്ല. അങ്ങനെ ചെയ്യാൻ പറയുന്ന ഉടുപ്പില്ലാത്തവരാണ് ഈ മുകളിലൊക്കെ ഇരിക്കുന്നവർ. എന്തായാലും ഇന്ന് രാവിലെ ജനങ്ങൾക്ക് കിട്ടിയ ഏറ്റവും സുപ്രധാനമായ വാർത്തയാണ്. പ്രായമായ മാതാപിതാക്കളുടെ മുന്നിൽ വച്ച് ശരിയായ വസ്ത്രം വരെ ധരിക്കാൻ അനുവദിക്കാതെ വീട്ടിൽ നിന്ന് പിടിച്ചിറക്കി കൊണ്ടുവന്ന് മജിസ്ട്രേറ്റിൻ്റെ ഫ്രണ്ടിൽ ഹാജരാക്കിയ സംഭവം. ഇത് കേരളത്തിലേ നടക്കൂ. കേരളത്തിൽ ഇത് നടത്താനുള്ള എല്ലാവിധ സൗകര്യങ്ങളും കേന്ദ്രം ചെയ്തിട്ടുണ്ട്. ഈ കേന്ദ്രത്തിന് രണ്ട് പാടാണ്. കേരളത്തിനൊരു മുഖം, മറ്റുള്ള സ്റ്റേറ്റുകളിൽ വേറൊരു മുഖം. എന്തായിരുന്നാലും ചീഞ്ഞു നാറിയ ഈ പൊളിറ്റിക്കൽ ഇവിടെ തീരുന്നില്ല. അതേത് പാർട്ടിയായിരുന്നാലും ശരി, ഒന്ന് ശ്രദ്ധിക്കേണ്ടതായിരുന്നു. ആ ശ്രദ്ധ ഇവൻ കേന്ദ്രത്തിൽ നിന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല, ഉണ്ടാകുമെന്ന് അറിയത്തുമില്ല. ഈ മാമാങ്കങ്ങൾ ഇത് നടന്നുകൊണ്ടേയിരിക്കും.
സാജൻ സ്കറിയ ഓരോന്നും പറഞ്ഞുകൊണ്ടേയിരിക്കും. നമുക്കിത് കാണാം. ഇതൊന്നും നല്ലൊരു പ്രവണതയല്ല. ഇനിയെങ്കിലും ആവശ്യമില്ലാത്ത പ്രവൃത്തികൾ പാവം പിടിച്ച പോലീസുകാരെ കൊണ്ട് ചെയ്യിപ്പിക്കാതിരിക്കുക. ഇതിലേറ്റവും കൂടുതൽ ഡീമോറലൈസ് ആകുന്നത് ഈ പോലീസുകാർ തന്നെയാണ്. അവരുടെ മനസ്സറിഞ്ഞുകൊണ്ട് അവർ ചെയ്യേണ്ടി വരുന്നതല്ല. പാർട്ട് ഓഫ് ദെയർ ഡ്യൂട്ടി കാണിക്കുന്നത് ശുദ്ധ പോക്രിത്തരമാണെന്ന് ഈ പോലീസുകാർക്കറിയാം. പക്ഷേ അവർ നിസ്സഹായരാണ്. എന്തായിരുന്നാലും നമുക്ക് കാണാം, കഥ തുടരും. അടുത്ത സീരിയൽ, ഈ സീരിയൽ എത്ര വരെ നീളമുണ്ടെന്ന് ആർക്കും പറയാൻ പറ്റിയില്ല. കാര്യം അത് ഡയറക്ടേഴ്സിൻ്റെ ബേസ് അനുസരിച്ച് ഈ തിരക്കഥ രചിക്കുന്നവർ തിരശ്ശീലയുടെ പിന്നിലാണല്ലോ ഉള്ളത്. അതുകൊണ്ട് നമുക്ക് ഇതും വലിയതിനപ്പുറവും കാണാം. സാജൻ സ്കറിയയ്ക്ക് ഒരുപാട് ജനലക്ഷങ്ങളുടെ പിന്തുണയുണ്ട്. സാജൻ സ്കറിയായ 100% ഞാൻ ശരിയെന്ന് പറയുന്നില്ല. ബട്ട് അദ്ദേഹത്തിൽ ഒരുപാട് ശരികളുണ്ട്, ഒത്തിരി ശരികളുണ്ട്. ഒരുപാട് ഗുണകരമായ കാര്യങ്ങൾ അദ്ദേഹം പൊതുജനങ്ങളെ അറിയിക്കാറുണ്ട്. അത് മറ്റു ചിലർക്ക് ബുദ്ധിമുട്ടും ഉണ്ടാകാറുണ്ട്. ഇറ്റ് ഈസ് എ പാർട്ട് ഓഫ് ഹിസ് ധാർമ്മികത. സോ ഇന്ന് രാവിലെ ഇങ്ങനെയുള്ളൊരു വീഡിയോ ചെയ്യേണ്ടി വന്നതിൽ ഖേദിക്കുന്നു. സാജൻ സ്കറിയയുടെ മാതാപിതാക്കളോട് ഒരു സീനിയർ സിറ്റിസൺ എന്ന നിലയിൽ ഞാൻ മാപ്പ് ചോദിക്കുന്നു. നിങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ സ്വന്തം മകനെ വസ്ത്രം വരെ ധരിക്കാതെ നിങ്ങളുടെ മുന്നിൽ നിന്ന് പിടിച്ചുകൊണ്ടുപോയ അവർക്ക് വേണ്ടി അവരെ നിങ്ങൾ ശപിക്കരുത്. പാപം, അവരത് ചെയ്യാൻ വിധിക്കപ്പെട്ടവരാണ്. സോ മാതാപിതാക്കളോട് ഒന്ന് പറയുന്നു, സാജൻ സ്കറിയയ്ക്ക് ഒരു കുഴപ്പമില്ല. നിങ്ങൾ ജന്മം കൊടുത്ത ആ മനുഷ്യന് നിങ്ങൾക്ക് ഞങ്ങളിപ്പോൾ സല്യൂട്ട് ചെയ്യുന്നു. എല്ലാവരുടെയും, കേരളത്തിലുള്ള എല്ലാ ജനങ്ങളുടെയും സപ്പോർട്ടും പ്രാർത്ഥനയും സാജൻ സ്കറിയയുടെ മാതാപിതാക്കൾക്കുണ്ടായിരിക്കും. കാണാം വീണ്ടും മറ്റൊരു വീഡിയോയിൽ. താങ്ക് യു.